സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാവുന്നതാണ്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അത് ചൂടാവുന്ന വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ജീരകം ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല കേട്ടോ. നമുക്ക് കുറച്ചൊരു ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇത് വേണ്ടത്, വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കണം. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനിതാ ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓരോ കുഴിയിലായിട്ട് ഇതുപോലെ കുറേശ്ശെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ദോശമാവാണ്. നമ്മൾ സാധാരണ അരിയും ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുള്ള പൊങ്ങി വന്നിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ വീതം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ രാവിലത്തെ ദോശമാവൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് രാത്രി ഡിന്നറിനോ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഇതുപോലെ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയുടെ ബോൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഒരുപാട് വലുപ്പത്തിൽ ചെയ്തെടുക്കരുത്, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോ മാവിൻ്റെ മുകളിലും ഇതുപോലെ ഓരോ മസാല ബോള് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബോൾ കവർ ചെയ്യുന്ന രീതിയിൽ, മസാല കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശമാവ് ഇതുപോലെ എല്ലാത്തിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ദോശമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കായി ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം ദോശമാവ് ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാതും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമുക്ക് സൈഡിലൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ആ ഒരു ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നെയ്യാക്കി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഈ ഒരു സൈഡ് കുക്കായിട്ട് കിട്ടും. പിന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ മൊരിച്ചെടുക്കുന്നത് അതുപോലെ മൊരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മസാല ദോശക്കൊക്കെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുന്നത് പോലെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ, ചട്നി കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്